ബി ബാലഗോപാൽ അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ബാലു, ഏത് നിമിഷവും പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഉണ്ടാകും, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എത്ര സമയമായിരിക്കാം ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ പൊതുചടങ്ങ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായ ചമ്പത്രായുടെ പ്രസംഗം കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വൈകാതെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പ്രധാനമന്ത്രി ഏതാണ്ട് 40 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള പ്രസംഗമായിരിക്കും നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. വളരെ ആകാംക്ഷയോട് കൂടിയാണ് ഈ പ്രസംഗം പലരും നോക്കിക്കാണുന്നത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രി നടത്തുന്ന, അല്ലെങ്കിൽ അതിന് നാന്ദി കുറിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമായി ഈ പ്രസംഗം മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം എന്നത്. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഫെബ്രുവരി പകുതിക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം, ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ ഈ അയോധ്യയിൽ നടത്തുന്ന പ്രസംഗം അതെന്തായിരിക്കും, അതിലെ ഉള്ളടക്കം എന്തായിരിക്കും എന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ്. പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിന് ശേഷം ഈ അയോധ്യയിലെ കുബേർട്ടലയിൽ പോവുകയും അവിടെ അദ്ദേഹം പൂജ നടത്തുകയും ചെയ്തു. അയോധ്യയിലെ പ്രാചീനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കുബേർട്ടല. തുടർന്ന് ആണ് പ്രധാനമന്ത്രി വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി ഏവരും ഈ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി ഏവരും കാത്തിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഈ പൊതുസമ്മേളന വേദിയിൽ ഉണ്ടാകുന്നതായിരിക്കും. ദിബീഷ്.